തിരുവനന്തപുരം വെള്ളനാട്ട് നിന്നാണ് ഈ വാർത്ത. അവിടെ പഞ്ചായത്ത് വാഹനത്തെ ചൊല്ലി തർക്കം നടന്നു. വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് സെക്രട്ടറിയെ പുതിയ പ്രസിഡന്റ് റോഡിൽ തടഞ്ഞു. വാഹനം വേണമെന്ന് പ്രസിഡന്റ് വെള്ളനാട് ശശിയും 5 മണിക്ക് ശേഷം വാഹനം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് സെക്രട്ടറിയും നിലപാട് സ്വീകരിച്ചതോടെയാണ് തർക്കം മുറുകിയത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാവുമല്ലോ, തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മോടൊപ്പം നടന്ന സാധാരണക്കാർക്കൊപ്പം അവരുടെ വോട്ടുകൾ തേടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പലവട്ടം കയറിയിറങ്ങിയ, പലവട്ടം നമ്മളോട് കുശലം പറയുകയും ഒക്കെ ചെയ്ത സ്ഥാനാർത്ഥികൾ അധികാരം കിട്ടിയതിന് ശേഷം പവർ വേണം എന്ന നിലയിലേക്ക്, അധികാരം വേണം എന്ന നിലയിലേക്ക്, പദവി വേണമെന്ന നിലയിലേക്കൊക്കെ മാറുന്നതിന് ഉദാഹരണമാണ് ഈ സംഭവം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതും പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നതായിരുന്നു ഇന്നത്തെ വിഷയം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കത്ത് കൊണ്ടുവന്ന് ഇലക്ഷൻ കമ്മീഷന് കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. അതിനുവേണ്ടി ഒരു ഡ്രൈവറെ, ഒരു ജീവനക്കാരനെയും കൂടെ പറഞ്ഞു വിട്ടു. അവരത് കൊണ്ടുപോയി തിരിച്ചു വരണ വഴിക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് അവരെന്നത് തിരിച്ച് താക്കോൽ മേടിച്ച് വെച്ചത്. ഡ്രൈവറെ താക്കോൽ മേടിച്ചിട്ട് വണ്ടി കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് കേട്ടോണ്ട് ഞാനിങ്ങനെ വരികയും ചെയ്തു. 5 മണിക്ക് ശേഷം നമുക്ക് സർക്കാർ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. രാവിലെ പ്രസിഡന്റ് വിളിക്കട്ടെ, കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ചെയ്യട്ടെ. 5 മണിക്ക് ശേഷം നമുക്ക് ഔദ്യോഗിക വാഹനം കൊടുക്കാൻ പറ്റില്ല. ആ ഒരു നിയമപ്രകാരമാണ് ഇവിടെ നമ്മൾ സംസാരിച്ചത്. പിന്നെ പാർട്ടിക്കാരുടെ വിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പുള്ളി വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു, വണ്ടിയിൽ ഇറങ്ങാതെ ഇരിക്കുന്നു. അതായത് വണ്ടി വേണമെന്ന്, വണ്ടിയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവിടെ നടന്നൊരു വിഷയം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ്ര മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്ര മുഹമ്മദ്, നേരത്തെയും വെള്ളനാട് ശശി വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുള്ളതാണ്, അത്തരം വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഇതാ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമായിരിക്കാം അദ്ദേഹത്തിന് ഈ വാഹനത്തിൽ തന്നെ പോകണം, അതിൻ്റെ ഒരു പത്രാസും ആ പദവിയുടെ അധികാരവും ഒക്കെ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണം എന്ന് തോന്നിയതും. അലക്സ്. ദിലീപ് കുമാർ, തീർച്ചയായും വെള്ളനാട് ശശി ജനകീയനാണ്, പക്ഷെ വിവാദ നായകനുമാണെന്നുള്ളതാണ്. കഴിഞ്ഞ നാളുകളിലെ അദ്ദേഹം ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞ് ഇടം പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ വെള്ളനാട് ശശി. ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ വെള്ളനാട് ശശി. CPM-ന്റെ അംഗമാണ്. CPM പ്രതിനിധിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അദ്ദേഹം നേരത്തെ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് എത്തിയ നേതാവ് കൂടിയാണ് ഈ വെള്ളനാട് ശശി. ഇത് ഇന്നിപ്പോൾ സംഭവിച്ചത് ഈ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അത് കളക്ടറേറ്റിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ജീവനക്കാരനും ഡ്രൈവറും കൂടി ഈ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ കളക്ടറേറ്റിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിൽ ഏതാണ്ടൊരു 5 മണിയോടുകൂടി വെള്ളനാട് കുളക്കോട് ഭാഗത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി ഈ വാഹനം തടയുകയാണ്. വാഹനം തടഞ്ഞതിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ പ്രദേശത്തിന്റെ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനായി വാഹനം തനിക്ക് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ വാഹനത്തിലുണ്ടായിരുന്ന പഞ്ചായത്ത് ജീവനക്കാരൻ പഞ്ചായത്ത് സെക്രട്ടറി എൽ സിന്ധുവിനെ വിവരം അറിയിക്കുന്നു. അവർ ഇരുചക്ര വാഹനത്തിൽ സെക്രട്ടറി സിന്ധു അവിടേക്ക് എത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയോട് പറയുന്നത് 5 മണിക്ക് ശേഷം വാഹനം വിട്ടു നൽകാനാകില്ല, അതാണ് സർക്കാർ നിലപാട്. 5 മണിക്ക് ശേഷം ഔദ്യോഗിക വാഹനം അങ്ങനെ വിട്ടു നൽകാനാകില്ല എന്ന നിലപാട് ഈ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കുന്നു. പക്ഷേ അതോടുകൂടി തർക്കം മുറുകുകയായിരുന്നു. അദ്ദേഹം ഈ വാഹനത്തിനുള്ളിൽ കയറി വെള്ളനാട് ശശി ഇരുപ്പുറപ്പിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും അതുപോലെ CPM അനുഭാവികളും പ്രതിനിധികളും അംഗങ്ങളും ഒക്കെ അവിടേക്ക് എത്തി ദീർഘനേരം ഒരു സംഘർഷാവസ്ഥ ആ സ്ഥലത്ത് നിലനിന്നിരുന്നു. അല്പം മുമ്പ് മാത്രമാണ് താൽക്കാലികമായ തർക്കം പരിഹരിച്ചത്. ഈ വെള്ളനാട് ശശി ആ വാഹനത്തിൽ തന്നെ വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം നിലവിൽ വാഹനം പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഈ വാഹനം പഞ്ചായത്ത് പ്രസിഡന്റ് വിട്ടു നൽകുന്ന നടപടികൾ ഒരുപക്ഷെ സ്വീകരിച്ചേക്കും. ദിലീപ് കുമാർ, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.